എവിടെ വെച്ചാൽ നിർത്തി? ഫ്ലവർ കഴിഞ്ഞാൽ അതിനകത്ത് നല്ല ഫ്രൂട്ട് ഉണ്ടാകുന്നത്. ഫ്രൂട്ട് വളരെ തിക്കാണ്. അതിനകത്ത് ഹെയർസ് കാണാറുണ്ട്. പിന്നെ അതിൻ്റെ കളറെന്ന് പറയുന്നത് ഒരു എന്താ, ഒരു ബ്രൗൺ ആണോ, അല്ല, ഏകദേശം ഒരു ബ്രൗൺ പോലെയൊക്കെ വരാം. അതിന് ശേഷം അത് പിന്നെ ഒരു സ്റ്റീൽ ഗ്രേ കളറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് അത് അതിൻ്റെ പ്രായം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അതിനകത്താണ് സീഡ് ഇരിക്കുന്നത്. ഈ സീഡ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു മാർജിനൽ പ്ലാസൻറ്റേഷൻ ആയിരിക്കും. പിന്നെ ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത്, ഈ ഫ്രൂട്ടിന് ഏകദേശം ഒരു 6 to 7.5 സെൻറ്റിമീറ്റർ വരെ ലെന്ത് ആവാം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് സീഡ് എടുക്കാം. സീഡ് എന്താണ്, ഒരു ബ്രൗണിഷ് ബ്ലാക്ക് ആയിരിക്കും. അതിനാണ് നമ്മൾ പണ്ടൊരിക്കൽ എന്താ ഇങ്ങനെ സ്ട്രക്ചർ ഓഫ് എ സീഡ് പഠിച്ചു. അപ്പോൾ അതിനകത്ത് ഫൈനൽ ഫെർട്ടിലൈസേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു നമ്മളൊരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇപ്പോൾ ഒരു റൗണ്ട് ഒരു എക്സ്റ്റെല്ല്, അതിൻ്റെ 3 ഓപ്പോസിറ്റ് പോൾസ് കാണും. അതിനകത്ത് 3 ആൻറ്റിപോഡൽസും 3 എക്സെൽസും അതിനെ ക്യാരി ചെയ്യാനായിട്ട് പിൻബലയ്ക്ക് പ്രൊജക്ഷൻസും സെൻറ്ററിൽ 2 കോളാന്യൂക്ലിയയും, പിന്നെ അതിനകത്ത് കയറാൻ വേണ്ടി 2 കോട്ടലിഡൻസും, അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ്, അതായത് ഹൈലം എന്ന് പറയാം. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷനാണ് ഇവിടെ നടക്കുന്നത്. അതായത് സിംഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ, അതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അതിന് വേണ്ടിയിട്ട്, അതായത് സ്റ്റെയിൻസ് അതിനെ ഈ ഹൈലത്തിൽ കൂടെ കയറുന്ന ആ പാത്തുണ്ടല്ലോ, ഈ ഹൈലം എന്ന് പറയുന്നത് ഈ സീഡ് ഇരിക്കുന്ന സർക്കംഫറൻസിൻ്റെ പകുതി പോലും ഇല്ല. ഇത്രയാണ് ഇത് കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, ഇതിന് ഓൾറെഡി നമ്മൾ പറഞ്ഞു, മക്യൂന പ്യൂറിയൻസ് എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ തന്നെ മാക്വ ഡൈ, മാക്വ ദിനൈൻ, അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് ലൈക്ക് ലൈസീൻ, വലൈൻ, ഹെസ്റ്റഡീൻ, തൈറോസിൻ, ഇതൊക്കെ എസൻഷ്യൽ അമിനോ ആസിഡാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ രസപഞ്ചകം നോക്കുകയാണെങ്കിൽ ഇത് മധുരമാണ്, തിക്തമാണ്. അതുപോലെ തന്നെ ഗുണം എന്ന് പറയുമ്പോഴത്തേക്കും സ്നിഗ്ധമാണ്, മൃദുവാണ്. പിന്നെന്താ, രസം, ഗുണം, വീര്യം, ഉഷ്ണവീര്യം, മധുര വിഭാഗം. ദോഷയ്ക്ക് കർമ്മം എന്ന് പറയുമ്പോൾ ത്രിദോഷ ശമകം എന്നാണ് പറയുന്നത്. പിന്നെ മറ്റു കർമ്മങ്ങൾ ബല്യം, ബൃംഹണം, വൃശ്യം, പിന്നെ വ്രണനാശകം. പിന്നെ മറ്റ് രോഗജ്ഞ കർമ്മത്തിലാണ് ഒരു സംഭവം ഉള്ളത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താ വ്രണനാശകമാണെന്ന്. അപ്പോൾ നമുക്ക് ദുഷ്ടവ്രണത്തിനൊക്കെ കൊടുക്കാം. ദുഷ്ടവ്രണം എന്ന് പറയുമ്പോഴത്തേക്കും മെഡിക്കോസ്. അതുപോലെ തന്നെ ഇത് ബല്യമാണ്.